പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈശോമിശിഹായിൽ സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ 50 ദിവസത്തെ ധ്യാനങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇന്ന് ഈശോയെയും ശിമയോനെയും കുറിച്ച് ധ്യാനിക്കാം. ആദ്യം തന്നെ നമുക്ക് കാൽവരിയിലെ പീഡാനുഭവ ദിവസത്തിലേക്ക് ഒന്ന് മനസ്സും ഹൃദയവും കൊണ്ടുപോകാം. അവിടെയാണ് അത് നിറവേറിയത്. അതെ, അത് ദൈവഹിതം നിറവേറപ്പെട്ട ദിനം കൂടിയായിരുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദിനം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീതിമാനായ ക്രിസ്തു മരിച്ച ദിവസം. അങ്ങനെയല്ല പറയേണ്ടത്, അവനെ ഞാൻ ക്രൂശിലേറ്റി. അതായിരിക്കും കൂടുതൽ ശരി. അന്ന് കാൽവരിയിൽ നടന്ന സംഭവങ്ങൾ ശിമയോനോടൊപ്പം നമുക്കും ഇന്ന് ധ്യാനിക്കാം. ഒരു കൊലയാളിയെ ക്രൂശിലേറ്റാൻ കൊണ്ടുപോകുന്നത് കാണാൻ ഒരുപാട് ജനങ്ങൾ തിങ്ങിക്കൂടി അവിടെ നിൽക്കുന്നു. പട്ടാളക്കാർ ആക്രോശിച്ചുകൊണ്ടും ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടും ഒരു വശത്ത്, മറുഭാഗത്ത് സ്വന്തം മകനെ ഇത്രയും ദാരുണമായ രീതിയിൽ കാണാൻ ശക്തിയില്ലാതെ കഥനഭാരത്തിൽ നിൽക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മാതാവ്. 3 വർഷം താൻ രക്ഷകനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്വയം രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനായി കിടക്കുന്ന ഈശോയെ ഇന്ന് ഇങ്ങനെ കാണുന്ന ഈശോയുടെ ശിഷ്യന്മാർ. ആ കൂട്ടത്തിലേക്ക് ഈശോ ആരെന്നു പോലും അറിയാത്ത, ഒരിക്കൽ പോലും നേരിട്ട് ഈശോയെ കണ്ടിട്ടില്ലാത്ത ഒരുവനെ, ശിമയോനെ, പട്ടാളക്കാർ ഈശോയുടെ കുരിശു ചുമക്കാനായി വിളിക്കുന്നു. ശിമയോൻ ഈശോയെ ആദ്യമായാണ് അന്ന് കാണുന്നത്. ഒരു കുരിശിന്മേൽ ഈശോ വീണ് കിടക്കുന്നു. അവൻ്റെ ശിരസിൽ മുൾമുടി, രക്തം വാർന്നൊഴുകുന്നു. മുടിയിൽ മുഴുവനും രക്തം കട്ട പിടിച്ചു കിടക്കുന്നു. നെറ്റിയിലും ദേഹത്തും മുഖത്തും മുഴുവനും മുറിപ്പാടുകളും രക്തവും. അവൻ്റെ കണ്ണുകൾ പൊട്ടി വീർത്ത് രക്തത്താൽ ഒട്ടിപ്പിടിച്ച് അടഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തിയിൽ ആദ്യ മനുഷ്യൻ്റെ പാപഫലമായി വന്ന നഗ്നത മറയ്ക്കാൻ അവന് തോലുകൊണ്ട് ഉടയാടെ അണിയിച്ചവൻ ഇന്നിപ്പോൾ സ്വന്തം നാണം മറയ്ക്കാൻ പോലും ഒരു കഷ്ണം തുണിയില്ലാതെ കിടക്കുന്നു. ആർക്കും ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത വിധം അവൻ നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ ശിമയോനുണ്ടോ അറിയുന്നു, അവന് ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന ഒരു പൂർവ്വരൂപം ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എങ്ങനെ? എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ് തനി തങ്കമാണ്. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ്. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്. എല്ലാം കൊണ്ടും അഭികാമ്യനാണവൻ. ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. അതെ, അത് അവൻ തന്നെ. നമ്മൾ അവനെ ഇങ്ങനെയാക്കി. നമ്മുടെ പാപങ്ങൾ അവൻ്റെ ഭംഗി കെടുത്തി. അവനെ എല്ലാം കൊണ്ടും വേദനിപ്പിച്ചു, അതികഠിനമായി വേദനിപ്പിച്ചു. ഓ ശിമയോനെ, ഈശോയുടെ കുരിശു ചുമക്കാൻ സ്വർഗം തിരഞ്ഞെടുത്ത അങ്ങ് എത്ര ഭാഗ്യപ്പെട്ടവൻ. കുരിശും താങ്ങി ഈശോയും അങ്ങും കൂടി കാൽവരിയിൽ എത്തിച്ചേർന്നപ്പോൾ വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധം വളർന്നിരുന്നു എന്നതും, പട്ടാളക്കാർ അങ്ങയെ ഓടിച്ചു വിട്ടിട്ടും ഈശോയെ വിട്ടുപിരിയാൻ സാധിക്കാതെ അങ്ങ് അവിടെ നിന്നുപോയതും ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അതേ സഹോദരങ്ങളെ, കുരിശിൻ്റെ വഴിയിൽ അവർ തമ്മിൽ ഒരിക്കൽ പോലും സംസാരിക്കുകയോ ആശയങ്ങൾ കൈമാറുകയോ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഈ ബന്ധം സുവിശേഷത്തിൽ രേഖപ്പെടുത്തക്ക രീതിയിൽ വളർന്നു വലുതായി. ഇന്നും നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ക്രൂശിതനായ എൻ്റെ ഈശോയെ, എൻ്റെ സ്നേഹം കുരിശോളം വലുതാക്കണമേ. ക്രൂശിതനെ സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ
മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും ഓർത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും ഓർത്തിടും സൃഷ്ടാവേ.